ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് ഒരു കൈ മാത്രമുള്ള ഒരു മനുഷ്യനാണ്. അയാളാണ് ഈ ജനൽ കമ്പി മുറിച്ച് അതേപോലെ തന്നെ വസ്ത്രങ്ങൾ കെട്ടി ജയിലിന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ജയിലിന്റെ മതിൽ ചാടുന്നു. പോയി ഒരു വീട്ടിലെ കിണറിനുള്ളിൽ ഒളിക്കുന്നു. അപ്പൊ ഇയാളെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ അല്ലെങ്കിൽ സാധാരണ ശക്തിയുള്ള ആളെ പോലെ തന്നെ കണക്കാക്കേണ്ടതല്ലേ? എങ്ങനെയാണ് ഗോവിന്ദച്ചാമിയെ മനസ്സിലാക്കിയിട്ടുള്ളത്? അതെ അതെ, അയാളുടെ ഈ കൈപ്പത്തിയുടെ ഇവിടെ ആണല്ലോ ഇല്ലാത്തത്. പക്ഷെ ആ കൈ വെച്ചിട്ട് അയാൾ എല്ലാ പ്രവൃത്തിയും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ അയാൾക്ക് ഒരു പെൺകുട്ടിയെ തള്ളിയിടാനും റേപ്പ് ചെയ്യാനും ഒക്കെ ഒറ്റക്കൈ കൊണ്ട് സാധിച്ചത്. അപ്പം ഹീസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എനി ആക്ട് വിത്ത് ഹിസ് ഹാൻഡ്സ് ജസ്റ്റ് ലൈക്ക് എ പേഴ്സൺ ഹാവിങ് ബോത്ത് ഹാൻഡ്സ്. അത് വാസ്തവമാണ്. അപ്പൊ അത് നമ്മൾ പിന്നെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയ ആളിന് കിട്ടേണ്ട രീതിയിലുള്ള പരിഗണന അർഹിക്കുന്ന ആള് അല്ല. കോടതി ആ രീതിയിലല്ലേ അല്ല, കോടതി അതൊക്കെ കീഴ്ക്കോടതിയൊക്കെ നല്ല ഒന്നാം തരം ശിക്ഷ കൊടുത്തതല്ലേ. കോടതി അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം പരിഗണന ഒന്നും കൊടുത്തിട്ടില്ല. ലീഗൽ ഇഷ്യൂസ് ആണ് സുപ്രീം കോടതിയാണ്